ദേ നിന്റെ പഴയ സാരികള്. നീ ഓടിയപ്പോ എടുക്കാൻ മറന്നുപോയ സാരികളാ. അപ്പോ ഞാൻ തിരിച്ചു വരുമെന്ന് കരുതി ഈ സാരികൾ കാർത്തി സൂക്ഷിച്ചു. എന്താടി നിന്റെ മുഖം തെളിഞ്ഞില്ലേ? ഇത് നശിപ്പിക്കാതെ സൂക്ഷിച്ചതേ ഞാനാ. നിനക്ക് തരാനൊന്നുമല്ല, വല്ല പിച്ചക്കാർക്കും കൊടുക്കാൻ. നീ എന്നാ വൈശാഖമായിട്ട് ഒളിച്ചോടിയതിനു ശേഷം ഒരു ദിവസമേ എന്താ ഇത്? ഇതോ വൃത്തികെട്ടമുള്ള സാരികളാ. ഇത് കത്തിച്ച് കളഞ്ഞേക്കാം. അരുത് ACP, ഇതെല്ലാം വിലപിടിപ്പുള്ള സാരികളാ. ഇതൊക്കെ നമുക്ക് വല്ല ഓർഫനേജിലേക്കും കൊടുക്കാം. ഇത് കൊടുത്ത ആ ഓർഫനേജ് പോലും നശിച്ചു പോവും. വേണ്ട ACP, ഇത് വല്ല പിച്ചക്കാർക്കും കൊടുക്കാം. അത് മതി. ഓക്കെ. പിച്ചക്കാർക്കോ നാടോടികൾക്കോ കൊടുക്കാൻ വെച്ചിരുന്ന സാരികളാ. നീ ഇപ്പൊ നാട് മുഴുവനും ഓടി തിരിച്ചു വന്ന ഒരു പിച്ചക്കാരിയാണല്ലോ. ഇത് നിനക്കിരിക്കട്ടെ. ഇവളെന്നെ പിച്ചക്കാരിയാക്കി. ജേട്ടാ, ആഹാരം വന്ന് കഴിക്കേ. എനിക്കെന്തിനാ ആഹാരം? ഞാൻ എങ്ങനെ കഴിക്കും? എന്തൊക്കെയാ ദേവി ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതും? ഈ കാർത്തി ഇതെന്ത് ഭാവിച്ച? അതെ ജേട്ടാ, ഇവൻ കരുതിക്കൂട്ടി എന്റെ കുഞ്ഞിനെ കരയിപ്പിക്കുകയാണോ? അതോ എന്റെ മോളോട് എന്തും കാണിക്കാന്നുള്ളൊരു തോന്നലുണ്ടോ അവന്? അത് മൈഥിലിയോടുള്ളത് ഒരു കാരുണ്യം മാത്രമാണെന്ന് അവൻ പറയുന്നേ. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ വേറൊരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറുന്നതാണോ കാരുണ്യം? അവനും നമുക്കൊരു മോനായതുകൊണ്ട് അവൻ കാണിക്കുന്നത് എന്തും നമ്മൾ ക്ഷമിക്കുന്നതാണോ അവന്റെ ധാരണ? അവളെ വല്ലയിടത്തും പോയി ആത്മഹത്യ ചെയ്താ അത് ഇവന്റെ പേരിൽ വരുമെന്നാ പറയുന്നത്. അതൊക്കെ അവനവന്റെ തെറ്റുകൾ മൂടി വെക്കാൻ പറയുന്ന ഓരോരോ കാരണങ്ങളാ. ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. എന്റെ കുഞ്ഞ് കരയുന്നത് കാണാൻ എനിക്ക് വയ്യ. ദേവിക്ക് അവൻ മകനാണെങ്കിൽ ഞാനും അവനെ മകനെ പോലെ തന്നെയാ കരുതിയതും സ്നേഹിച്ചതും. ദേവി, എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഞാൻ അവനെ പിടിച്ചു നിർത്തി ചോദിക്കാൻ പോവാ. അതൊന്നും വേണ്ട ചേട്ടാ. ഇക്കാര്യങ്ങളൊക്കെ നേരിടാനും അത് ഭംഗിയായി പരിഹരിക്കാനും മീനാക്ഷിക്ക് അറിയാം. ഞാനോ ജേട്ടനോ മറ്റുള്ളവരോ ഇക്കാര്യത്തിൽ അവനെ ചോദ്യം ചെയ്താൽ അവന്റെ വാശി കൂടുകയുള്ളൂ. അത് വേണ്ട. ഇത് മീനാക്ഷി എന്നെ കൈകാര്യം ചെയ്യട്ടെ. അവളുടെ അടുത്ത് കാർത്തിയുടെ തന്ത്രമൊന്നും വിലപ്പോവില്ല. അവള് നല്ല തന്റെ അടുത്തോട് നിന്ന് ഇതിനെ നേരിടും. ജേട്ടൻ തളരാതെ നിക്ക്. ഞാൻ പറഞ്ഞത് സത്യ. ഒന്ന് വിശ്വസിക്ക്. ഇവളിത് എവിടെ പോയി? മീനാക്ഷി, 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 മീനാക്ഷി,
ഇതെന്താ ഒരു മരിച്ച വീട് പോലെ ഉണ്ടല്ലോ? ഒരു അനക്കം പോലും ഇല്ല. ആരും ആരോടും മിണ്ടുന്നുമില്ല. ആരുടെയും ദേഷ്യം കുറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ അത് പോട്ടെ. ചപ്പാത്തി, ദോശ, സാമ്പാർ, ചമ്മന്തി, ചോറ്, ഇഡ്ഡലി, ഇതിലേത് വേണം? ഓ, ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി ഇന്ന് ഫ്രഷ് ചപ്പാത്തിയും ചിക്കൻ കറിയും ആണെന്ന്. മറ്റേതൊക്കെ രാവിലത്തെ തണുപ്പന്. അല്ലല്ല, ചോറൊഴിച്ച് ബാക്കി എല്ലാം മഹാ ചൂടന്മാരാ. ഞങ്ങള് പോലീസുകാർക്ക് ചൂടന്മാരെയാ ഇഷ്ടം. അതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും പോരട്ടെ. വെയിറ്റ്, ഞാൻ എടുത്തോണ്ട് വരാം. ആ മൈഥിലിക്ക് ആഹാരം കൊടുത്തോ? ഇല്ല. ഞാൻ നോക്കുമ്പോ അവള് ഉറങ്ങോ മറ്റോ ആയിരുന്നു. അവൾക്ക് ഇത്തിരി ആഹാരം കൊടുത്തേക്കണേ. അവള് ചെയ്തത് മുഴുവൻ നമുക്ക് രണ്ടുപേർക്ക് കിട്ടുക എന്നുവെച്ച് നമ്മളായിട്ട് അവളോടൊരു വൈരാഗ്യം കാണിക്കണ്ട. അവളോട് തീർത്തങ്ങ് ക്ഷമിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നുവെച്ച് അവളെ പട്ടിണിക്കിടുകയൊന്നും ചെയ്യില്ല. അവളുടെ അച്ഛനല്ലല്ലോ എന്റെ അച്ഛൻ. നീ എന്നോട് കാണിക്കുന്ന ഈ പകയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. സമയം വരട്ടെ, അതൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരാം. ആ പിന്നെ മീനാക്ഷി, നീ പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ആരോടും എനിക്കിപ്പോ ഒരു ദേഷ്യവുമില്ല. പക്കാ ക്രിമിനലുകളെ പോലും ഞാനിപ്പോ ഒന്നും ചെയ്യാറില്ല. അതൊക്കെ ഞാൻ സബോർഡിനേറ്റ്സിന് വിട്ടുകൊടുക്കും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു പേടി. എന്റെ മീനാക്ഷി എന്തിനാ പേടിക്കുന്നത്? എന്റെ ഭർത്താവ് വല്ല ബുദ്ധസന്യാസിയോ മറ്റോ ആയി ഹിമാലയത്തിലോട്ടെങ്ങാനും. അത് കൊള്ളാം. നിന്നെ പ്രേമിച്ച് ജീവിക്കുന്നതിനപ്പുറത്ത്
വീട്ടുകാർക്കും ഗസ്റ്റുകൾക്കും വേലക്കാർക്കും പിച്ചക്കാർക്കും ഒരേ തരത്തിലുള്ള ഫുഡാ ചെമ്പകമംഗലത്ത് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നിനക്കുള്ള ഫുഡ് പിച്ചക്കാർക്കുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. കഴിക്കാം. ഞാൻ ഇവിടുത്തെ പിച്ചക്കാരിയോ തടവുകാരിയോ ഒന്നും അല്ല. അത് പണ്ട്. പക്ഷേ നിന്റെ കയ്യിലിരിപ്പേ നിന്നെ ഇവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു. മരിക്കാൻ വിഷം കഴിച്ചപ്പോ നീ മരിക്കാതിരുന്നത് കാലം നിനക്കിട്ടൊരു പണി തന്നതാ. നീ ചെയ്തു കൂട്ടിയതിനൊക്കെ ഇവിടെ തന്നെ അനുഭവിച്ചിട്ട് അങ്ങ് പോയാ മതിയെന്ന് കാലം കരുതി. അതുകൊണ്ട് വയറ് നിറച്ച് ഫുഡ് അടിച്ചോ. അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. മീനാക്ഷി ഒന്ന് നിന്നേ. അതെ, ഞാൻ കാർത്തിക്കിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ വന്നോളൊന്നും അല്ല. നീ വന്നത് അതിനൊക്കെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്കൊരു ചുക്കും അറിയില്ല. കാർത്തിക് എന്തിനാ എന്നെ തിരിച്ചിവിടേക്ക് എന്നെ കൊണ്ടുവന്നത്? ലീഗലായി ഡിവോഴ്സ് ആവാത്തതുകൊണ്ട് നീ വല്ലയിടത്തും പോയി സൂയിസൈഡ് ചെയ്താ അത് ACPയുടെ പേരിൽ വരും. പിന്നെ മനുഷ്യത്വം. നീ ഇവിടെ വന്നപ്പോ നിനക്ക് കിടക്കാൻ ഒരു ഇടം തന്നത് എന്റെ ഔദാര്യം. കാർത്തിക്കിന്റെ സ്വഭാവം നിന്നെക്കാളേറെ എനിക്കറിയാം. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കല്ലേ. കളി മാറുവേ. മീനാക്ഷി നിന്നെ പഠിപ്പിക്കും. കാർത്തിക് എന്നെ തിരികെ കൊണ്ടുവന്നത് അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാ. ഛീ, നിർത്തടി. അവനെന്നോ? എന്റെ ഭർത്താവിനെ കയറി അവനെന്നൊക്കെ വിളിച്ചാലേ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും. അവളുടെ ഒരു അവൻ. നീ എത്ര ശ്രമിച്ചാലും കാർത്തിക്കിന്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ നിനക്ക് കഴിയില്ല. കാർത്തിക്കിന്റെ ഹൃദയത്തില് ആരാ ഉള്ളതെന്നൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ദാനമായിട്ട് ഞങ്ങളെ തരുന്ന ഈ ആഹാരം കഴിച്ച് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാൻ നോക്കോ. അല്ലെങ്കിലേ ഈ ചെമ്പകമംഗലത്ത് നിന്ന് എല്ലാവരുടെയും തല്ലുകൊണ്ട് നീ പുറത്തു പോവും. ഓർമ്മിച്ചോ? അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എനിക്കൊന്ന് മെയിൽ അയച്ചാൽ മതി. ആ, ഞാൻ നാളെ ഓഫീസിൽ വരട്ടെ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഞാനല്ലേ പറയുന്നത്. ഐ കോൾ യു ബാക്ക്. ഓക്കെ? എന്താ മീനാക്ഷി? ഞാനിത് പറയുമ്പോ വെറും അസൂയും കുശുമ്പാണെന്ന് കരുതി തള്ളിക്കളയരുത്. ഇല്ല, നീ പറ. ആ മൈഥിലി പിന്നെ ഇവിടെ കയറി വന്നിരിക്കുന്നത് മറ്റെന്തോ പ്ലാനോട് കൂടിയാ. മനസ്സിലായില്ല. ആ വൈശാഖ് എറിഞ്ഞു കളഞ്ഞപ്പോ അവൾ അടുത്ത ലക്ഷ്യം നടപ്പാക്കുക. നീ വ്യക്തമായിട്ട് പറയണ്ടേ മീനാക്ഷി? ACPയുടെ ഹൃദയത്തിൽ അവക്ക് സ്ഥാനമെന്ന് ഇപ്പൊ അവൾ എന്നോട് പറഞ്ഞു. അവള് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞായിരിക്കും. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ എന്റെ ആരാ? അല്ലെങ്കിൽ തന്നെ അവക്ക് അങ്ങനെ പറയാവോ? ഒരിക്കലും നടപ്പില്ലാത്ത ഒരു മനോഹരമായ സ്വപ്നം അവളങ്ങ് പറഞ്ഞു പോയതാ. ACP പറയും, തുറന്ന് പറയും. ACPക്ക് ഇപ്പോഴും അവളോട് സ്നേഹവും മറ്റും ഉണ്ടോ? എന്ത് വിട്ടിതോ മീനാക്ഷി നീ പറയുന്നത്? അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ എനിക്ക് അവളോട് അല്പം കാരുണ്യം തോന്നിപ്പോയി. ഒന്നുമില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയല്ലേ. എവിടെയെങ്കിലും പോയി ചത്ത അത് എനിക്ക് ഒരു നാണക്കേടല്ലേ. അതുകൊണ്ട് ഞാൻ അവൾക്കൊരു അഭയം കൊടുത്തു. മെന്റലി അവൾ നോർമൽ ആവുമ്പോ അവൾ അവളുടെ വഴിക്ക് പൊയ്ക്കോളും. ACPക്ക് വേണ്ടി അവൾ അവകാശവാദമായിട്ട് വരുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ACP നോക്ക്,
എന്റെ മനസ്സിൽ ഒരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അത് എന്റെ ഭാര്യയായ മീനാക്ഷിക്ക് മാത്രം. ഈ മീനാക്ഷി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കോ കാർത്തി? ഇനി ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല. എന്നോട് ക്ഷമിക്കണം. മൈഥിലി, അവൾ എന്തെങ്കിലും കടുങ്കി ചെയ്യും. പോ. മൈഥിലി, മൈഥിലി, മൈഥിലി നിൽക്കാൻ. ഇയാൾ തെറ്റിദ്ധരിച്ചതാ. മൈഥിലി, അവൾ വല്ല കടുങ്കയും ചെയ്യും. പിടിച്ചു നിർത്തി ACP. മൈഥിലി, മൈഥിലി നിൽക്കാൻ. മൈഥിലി, 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 മൈഥിലി നിൽക്ക. മൈഥിലി, മൈഥിലി, നിനക്ക് ചാവണമെങ്കിലേ നിന്റെ വീട്ടിലെ കിണറ്റി പോയി ചാട്, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ വരെ കിണവും കാണും, അതിന് ചാടി ചാവും. എടാ, നിനക്ക് നാണോ ഇല്ലേടാ ഇവളെ പിടിക്കാൻ? നിന്നെ വഞ്ചിച്ചവളാ വിള. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇവിടെ ചെയ്തത്? പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവളാ ഇവള്. ആ പിഞ്ചു കുഞ്ഞിനെ ഞെക്കിക്കൊന്ന നേരം കിട്ടിയിരുന്നെങ്കിലേ ഇവൾ അതും ചെയ്തേനെ. നീ എന്തൊക്കെയാ മൈഥിലി കാണിക്കുന്നേ? നീ ഈ കിണറ്റി ചാടി മരിച്ച? അതിന് ACP സമാധാനം പറയേണ്ടി വരും. ഇവളെ കിണറ്റിലെടുത്തിട്ട് കൊന്നൂന്നായിരിക്കും കുറ്റം. അതിന് തന്നെ ഇവളുടെ പുറപ്പാട്. എന്റെ മകന്റെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം. അതെ, അതിന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കാ ഇവള്. മാലതിയുടെ ആങ്ങള ആ അലവലാതിയുടെ കൂടെ ഒളിച്ചോടി പോയപ്പം ഇവളെ എന്ത് കരുതി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാന്ന്. പച്ചമുളക് ഉടച്ച് പഴങ്ങഞ്ഞു കുടിക്കാൻ തുടങ്ങിയപ്പോഴാ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്ക് വിളിച്ചോണ്ട് പോയെന്ന് മനസ്സിലായത്. എത്രയും പെട്ടെന്ന് ഇവളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവൾ ഇനിയും ചാടുവടാ. എടാ, നിന്നോട് ഇവക്ക് പകയാ, അത് നീ മാത്രം അറിയുന്നില്ല. മീനാക്ഷിയും കാർത്തിമോനും സന്തോഷത്തോടെ ജീവിക്കുന്നത് അത് ഇവൾക്ക് സഹിക്കുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷനാ ഇവൾക്ക്. മതി, നിർത്ത. ഇവള് കരയുന്നത് എല്ലാരും കാണുന്നില്ലേ? ഇവള് കരയുന്നതിന് നിനക്കെന്താടാ? നിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി ഒളിച്ചോടി പോയവളല്ലേ ഇവള്? ഇവളെ വിശ്വസിക്കരുത്. ഇവൾ ഈ കാണിക്കുന്നതൊക്കെ ഒന്നാം തരം നാടകമാ മോനെ. എല്ലാരും പറയുന്നുണ്ടല്ലോ ഞാൻ ഒളിച്ചോടിന്ന്. ഞാനും വൈശാഖും തമ്മിൽ അടുക്കാൻ ഇടനില നിന്നതും ഞങ്ങൾ എവിടുന്ന് ഒളിച്ചോടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതില്ലേ ഇവളാ. ഈ മീനാക്ഷി